എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മറ്റൊന്നല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതേപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത് ഈ ഒരു സെയിം ഗ്ലാസ്സിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1.25 ഗ്ലാസോളം വരുന്ന മൈദയാണ് നമ്മൾ ആദ്യം ഈ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതിലോട്ട് കറക്റ്റ് ഒരു 3/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 3.5 ടീസ്പൂണോളം വരുന്ന നല്ല ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് കേട്ടോ. അതേപോലെ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ഇതേ കറക്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും വെന്തൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും 3 തവണ ഈ ഒരു അരിപ്പയിൽ കൂടി ഈ ഒരു പൊടികളെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതേ പൊടികളെല്ലാം കൂടി ഒരു 3 തവണ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതേ നല്ല ക്ലീൻ ആയിട്ടുള്ള മറ്റൊരു പാത്രത്തിൽ 2 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ കോഴിമുട്ട ഈ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലുള്ളൊരു ബീറ്റർ വെച്ചിട്ട് ഈ ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലുള്ളൊരു ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പതപ്പിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മുട്ട പതഞ്ഞ് വരുന്നവരെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. മുട്ട പകുതി ഇതുപോലെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പകുതി ബീറ്റ് ആവുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിലേ നമ്മുടെ കേക്കിന് മുട്ടയുടെ മണം കറക്റ്റായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഒരു വാനില എസൻസും ഈ മുട്ടയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. ബീറ്ററിൽ അടിച്ചെടുക്കുന്നതും മിക്സിയിൽ അടിച്ചെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ബീറ്ററിൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന് ഒട്ടും മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ബീറ്റർ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടെടുക്കുക. മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് പതിഞ്ഞ് വന്നത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മൈദ അളന്നെടുത്തിട്ട് അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം 3/4 ഗ്ലാസോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയുടെ അളവാണ് 3/4 ഗ്ലാസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റ് 3/4 ഗ്ലാസോളം നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര എല്ലാം കൂടി ഒരുമിച്ചിടാതെ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഈ ഒരു മുട്ടയിൽ മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ഗ്ലാസോളം വരുന്ന ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അത് 1/4 ഗ്ലാസോളം നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയത്ത് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മൈദയുടെ മിക്സ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ബീറ്റർ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഹൈ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്യാതെ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഈ ഒരു രീതിയിലാണ് കറക്റ്റ് ബാറ്ററിന്റെ പരുവം എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല, അതേസമയം ഒരുപാട് കട്ടിയിലിരിക്കാനും പാടില്ല. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആവണമെന്ന് തോന്നുകയാണെങ്കിൽ ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് ഇതേ കറക്റ്റ് ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് തൂത്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ കംപ്ലീറ്റ് ബാറ്ററും നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതുപോലുള്ളൊരു ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഇതുപോലുള്ളൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ആ ഒരു റിങ്ങിൻ്റെ മുകളിൽ വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിന്ന് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു കേക്ക് ടിന്ന് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ച് കൊടുക്കുന്നതായ കാരണം ഇതിൽ ആവിയിലെ വെള്ളം ഈ ഒരു കേക്ക് ടിന്നിലോട്ട് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്ക് ആയി കിട്ടും. ഇനി ഈ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 25 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് കേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് എടുക്കുന്ന ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പോളം വരുന്ന നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനി ഇതുപോലുള്ളൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസിൽ ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഏറ്റവും ലോ സ്പീഡിൽ വെക്കുക, എന്നിട്ട് അത് പതുക്കെ പതുക്കെ കൂട്ടി ഏറ്റവും ഹൈ സ്പീഡിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ക്രീം പകുതി ഇതുപോലെ ഒന്ന് ബീറ്റ് ആയിരുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 3 ടീസ്പൂണോളം വരുന്ന കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്രീമിന് മധുരമില്ലാത്ത ക്രീമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 3-4 ടീസ്പൂണോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ക്രീമിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ആകുന്നവരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഈ ഒരു ക്രീം നമുക്ക് നന്നായിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ ഒരു സെയിം പാനിൽ തന്നെ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇത് ഒരു 3/4 ടേബിൾ സ്പൂണോളം വരുന്ന കോൺഫ്ലോർ നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഈ ഒരു കോൺഫ്ലോറിന്റെ കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് കറക്റ്റ് 2 ടേബിൾ സ്പൂണോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാര തന്നെ ചേർക്കണം നിർബന്ധമില്ല, പൊടിക്കാത്ത അതായത് മുഴുവനായിട്ടുള്ള പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ കേക്കിന് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇച്ചിരി ഒന്ന് ബാക്കിയുണ്ടായിരുന്നു, അതപ്പോൾ കറക്റ്റ് 2 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 3/4 കപ്പോളം വരുന്ന സാധാരണ പാലും അതേപോലെ ഒരു 1/4 കപ്പോളം വരുന്ന വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു കോൺഫ്ലോറിൻ്റെയും അതേപോലെ കൊക്കോ പൗഡറിൻ്റെയും കട്ടകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും, ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുമല്ലോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് കുറുക്കിയിട്ടെടുക്കുക.
ഇനി കറക്റ്റ് ഇത് ഈ ഒരു രീതിയിൽ ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചൂടാറും തോറും ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് കറക്റ്റ് ഇത് ഈ ഒരു സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് തൊട്ട് മുന്നേ ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന ബട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ്ങും ഫ്ലേവറും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടൊക്കെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതേ പതുക്കെ ഇതുപോലെ നമുക്ക് ബട്ടർ പേപ്പർ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു കേക്ക് 3 ലെയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും എടുത്തിട്ടുള്ളത് നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നൂല് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലെയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഒരു കേക്ക് ബോർഡിൻ്റെ അടിയിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലുള്ളൊരു കാർഡ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ലെയറിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേ ക്രീം നമുക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് തന്നെ പതുക്കെ ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ലാസ്റ്റ് ലെയർ കേക്കിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ ക്രീം നന്നായിട്ട് കാർഡ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാലറ്റ് നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. ഇനി അതില്ലാത്തവർ ഇതുപോലെ കാർഡ് വെച്ചിട്ട് ക്രീം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഗനാഷ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗനാഷ് നമ്മൾ കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നും തൊടേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങി വന്നോളും കേട്ടോ. ഞാൻ തൊടുന്നുണ്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഈർക്കിളിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കിലോ ചെറി ഒന്ന് കുത്തി വെച്ചിട്ട് നമുക്കിതുപോലെ കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പതുക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. ആ ഒരു ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റിൻ്റെ ക്രീമും ചോക്ലേറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് മറക്കാതെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. കൂടാതെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ ഇതിനും നല്ല ഒരു അടിപൊളിയ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.